കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ. മത്തായി 22, 11 മുതൽ 13 വരെ. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കല്യാണ വസ്ത്രം പരിശോധിക്കാൻ രാജാവ് വരുന്നതാണ് ഈ ഒരു രംഗം. പുരാതന കാലങ്ങളിൽ രാജവിരുന്നുകളിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും വിശേഷാൽ വെള്ളവസ്ത്രം സമ്മാനിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ സ്വീകരിക്കാതിരുന്നാൽ അത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി കണക്കാക്കും. ഇങ്ങനെ വസ്ത്രവിചാരകന്മാർ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. പഴയ നിയമത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 45-ലും രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-ാം അധ്യായത്തിലുമൊക്കെ ഇതിൻ്റെ സൂചനകളുണ്ട്. ഈ ചടങ്ങ് കല്യാണത്തിൻ്റെ മാന്യതയും വിശുദ്ധിയും നീതിയും ഒക്കെ എടുത്തു കാണിക്കുന്നു. കർത്താവായ യേശു തന്നെയാകുന്നു ഈ വിവാഹ വസ്ത്രം. വീണ്ടും ജനിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിലായി തീരാത്ത പുറത്ത് തള്ളിക്കളയുന്ന സമയം ആസന്നമായിരിക്കുന്നു എന്നതാണ് ഈ ഉപമയുടെ ഒരു മുഖ്യ സന്ദേശം എന്ന് പറയുന്നത്. കർത്താവ് നമ്മുടെ രക്ഷയുടെ വസ്ത്രമാണ്. അത് ധരിക്കാൻ ഉള്ള ക്ഷണവും അത് സ്വീകരിക്കാനുള്ള സമയവും നമുക്ക് നൽകുമ്പോൾ അത് നിഷേധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളിൽ ഒരു യുഗാന്ത്യ പ്രത്യാശയുടെ ഭാഗമായി മണവാളനെക്കുറിച്ചും മണവാട്ടിയെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കല്യാണ വസ്ത്രമില്ലാത്തവന് രാജാവ് കൊടുക്കുന്ന ന്യായവിധി രക്ഷിക്കപ്പെടാത്തവർക്ക് നിശ്ചയമായും ഭയനിർദ്ദേശം തന്നെയാണ് എന്നതാണ് വസ്തുത. തിരികെ ഒരു ന്യായീകരണവും പറയാനില്ലാത്ത വണ്ണം അവന് വാക്ക് മുട്ടിപ്പോയി. ഏത് വായും അടഞ്ഞു പോകുന്ന ഒരു ദിനം വരാൻ പോകുന്നു. അപ്പോഴേക്കും സമയം കഴിഞ്ഞ് പോവുകയും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ്, ഒരു മഹാന്യായവിധിയുടെ നാളിൽ നമ്മുടെ വസ്ത്രവിചാരകന്മാർ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത് സൂക്ഷ്മതയോടെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ രക്ഷയുടെ ശിരസ്ത്രവുമൊക്കെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അത് നമ്മിൽ കാണാത്ത പക്ഷം നമ്മൾ തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വിലയും തെരഞ്ഞെടുപ്പും അതിപ്രധാനമായ വിഷയമാണ് എന്ന ഒരു അർത്ഥത്തിലാണ്. വിളിക്കപ്പെടുന്നവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. വിളി കേൾക്കുന്ന നേരം പ്രതികരിക്കണം, അല്ലെങ്കിൽ അത് അനുസരണക്കേടായിത്തീരും. വിളി കേട്ടാൽ അതിനെ സ്വീകരിച്ചാൽ അകത്ത് കടക്കും, അത് ഉറപ്പാണ്. വഴി വിശാലമാണ്, ആ വഴിയിലാണ് അനേകരും നടന്നു പോകുന്നത്. ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാകയാൽ ആ വഴി ചുരുക്കമാണ്, അതിലൂടെ പോകുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ പഴയ നിയമവിശുദ്ധന്മാരാണ്. കല്യാണ വസ്ത്രം ഇവർക്കാണ് കിട്ടുന്നത്. ഏത് കാലത്തിലായാലും യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്നത് ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. നമുക്ക് അവിശേഷ വസ്ത്രം
കർത്താവിനാൽ നൽകിയിരിക്കുന്ന രക്ഷയുടെ വസ്ത്രം അത് ഉരിഞ്ഞുകളയാനോ ഉപേക്ഷിക്കാനോ അവകാശമില്ല. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽകി തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ എണ്ണപ്പെടണമെങ്കിൽ രക്ഷയുടെ വസ്ത്രം നമ്മുടെ അടയാളമാകണം. വ്യക്തിപരമായ രക്ഷയാണ് കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനങ്ങളിലോ സഭയിലോ ആയതുകൊണ്ട് രക്ഷയുണ്ട് എന്ന് കണക്കാക്കേണ്ടതില്ല. രക്ഷ വ്യക്തിപരമാണ്. അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പകലിലേക്ക് പ്രവേശിപ്പാനുള്ള കൃപ നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും സുതാര്യമായിരിക്കാൻ, വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും കരുണയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.